ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഉമ്മിച്ച് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ എന്റെ കണിത നിറയെ പൂത്ത് നിൽക്കുന്ന റംബൂട്ടാനാണ്. ഇത്തവണ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയധികം റംബൂട്ടാൻ നമ്മുടെ വീട്ടിലുണ്ടാവുന്നത്. കുറെയൊക്കെ കിളികളൊക്കെ കുത്തി താഴെയിട്ടിട്ടുണ്ട്. മക്കൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലായതുകൊണ്ട് വിളിക്കാനേ നിന്നില്ല. ഞാൻ നേരെ പോയി ഇതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടേക്കാന്ന് ഓർത്തു കേട്ടോ. കാര്യം നിറച്ച് റംബൂട്ടാൻ ഇങ്ങനെ വീണ് കിടക്കായിരുന്നു. ഇതിൽ കൂടുതലും കിളികൾ കുത്തി താഴെയിടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല കേട്ടോ. പിന്നെ ഇവിടെ വന്നാൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന മറ്റൊരു പരിപാടിയാണ് കേട്ടോ ഈ കാണുന്നത്. ഫ്രഷ് ആയിട്ട് ജാതിക്കുരും പറിച്ച് അതേ കൊണ്ട് ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. നേരെ അടുക്കളയിലേക്ക് കേറിട്ടോ. ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. ചായ തിളപ്പിക്കാനും കറിയൊന്ന് ചൂടാക്കാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മക്കൾ അപ്പോഴേക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഉമ്മിച്ചി പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഇഡ്ഡലി ചെമ്പിലെ പുട്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് കറി വേണ്ടാന്ന് പറഞ്ഞു പുട്ടിന്റെ കൂടെ പഞ്ചസാരയും കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. ഞാൻ ഇന്നലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു, അതും പുട്ടും കൂടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും കഴിഞ്ഞ് യൂഷ്വൽ കുറച്ച് ക്ലീനിങ്ങിലേക്ക് കടന്നു. വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ ഉമ്മിച്ച് ജോലി കഴിഞ്ഞ് തിരിച്ചു വരും വരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തട്ടിമുട്ടി നിൽക്കാന്നുള്ളൂ കേട്ടോ. മക്കൾ ഇവിടെ ബിസ്ക്കറ്റിനുള്ള ഇടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് സോൾവ് ചെയ്യട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.